ഓയിലിൽ ഫ്രൈ ചെയ്യാതെ തന്നെ നല്ലൊരു ടേസ്റ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യം ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 4 ഉള്ളി സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം വാട്ടിയെടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ 4 ഉള്ളിയാണ് എടുത്തത്. ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കണക്കിൽ മസാല ഉണ്ടാക്കുമ്പോൾ നമുക്ക് 10 സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ ഇങ്ങനെ ഷ്രെഡ് ചെയ്തതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു വിനീഗറും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. പിന്നെ കുറച്ച് കറിച്ചപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പകുതി ക്യാരറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് അത് കുറച്ച് വാടി വരുമ്പോഴേക്ക് ചെറിയൊരു പീസ് ക്യാപ്സിക്കം കുഞ്ഞായി കട്ടാക്കിയതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1.5 സ്പൂണ് ഫ്രഷ് ക്രീമും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് ഫുള്ളായിട്ട് മിക്സായിട്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസും ഇട്ടിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഫ്ലെയിം ലോ ആയിട്ട് ഉണ്ടാവണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സാക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാറ്ററാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത് നോർമലി നമ്മൾ ചിക്കൻ റോളിലേക്കെല്ലാം ഉണ്ടാക്കുന്നില്ലേ, മൈദ ഉപ്പ് വെള്ളം വെച്ചിട്ട് സെയിം ബാറ്റർ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുഞ്ഞ് ദോശ ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. 4 സൈഡ് ഇതിൽ കാണിക്കുന്ന പോലെ മടക്കിയിട്ട് ഒരു ബോക്സ് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. മൈദ പേസ്റ്റാണ് ഒട്ടിച്ച് കൊടുക്കാൻ യൂസ് ആക്കിയത്. എല്ലാ സ്നാക്സും അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ബട്ടർ ഇട്ടിട്ട് മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് ഓരോരോ സ്നാക്സ് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്ക് മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും ഫ്രൈ ആകുമ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.